അടുത്ത ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ ആദ്യം സർക്കുലർ മോഷൻ എന്തെന്ന് അറിയണം. സർക്കുലർ മോഷൻ എന്ന് വെച്ചാൽ ഒരു വൃത്താകൃതിയിലുള്ള പാതയിലൂടെ വസ്തു എന്ത് ചെയ്യുന്നു, ചലിക്കുന്നു. മോഷൻ അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് കാൾഡ് സർക്കുലർ മോഷൻ. അങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് സർക്കുലർ പാത്തിന് ടാൻജൻഷ്യലായിരിക്കും. അപ്പോൾ സഞ്ചരിക്കുന്ന വെലോസിറ്റി നമ്മൾ പറയാം ആംഗുലാർ വെലോസിറ്റി എന്ന്. ആംഗുലാർ വെലോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. Then time taken to complete one circular motion is called time period. Number of revolutions അങ്ങനെ എത്ര തവണ കറങ്ങുന്നു in 1 second is called frequency. It is denoted by nu and unit എന്ന് പറയുന്ന hertz ആണ്. അപ്പോൾ the direction of velocity is always tangential to the circular path. സർക്കുലർ പാത്തിന് എന്താണ് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും വെലോസിറ്റിയുടെ ദിശ എന്ന് പറയുന്നത്. സിൻസ് the direction of changes, velocity is always changing. Hence, the body possesses acceleration. This acceleration is called centripetal acceleration. Its direction is from the body towards the center of the circle. അതുകൊണ്ടാണ് ഇതിനെ centripetal, central seeking എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി ആണ്. ആ ഫിഗർ വരയ്ക്കണം. അതിൽ നിന്ന് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ആർ എന്ന് എഴുതാൻ കഴിയും. എന്നിട്ട് ഡെൽറ്റ തീറ്റ ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ടി. അതുകൊണ്ട് ആ ഇക്വേഷൻ രണ്ടിടത്തും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആവും. ബി ബൈ ആർ എന്ന് വരും. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു ബി ബൈ ആർ ഓർ ബി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് ലഭിക്കും. ഇനി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷന് പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതിന് കാണിക്കുന്ന ഇക്വേഷനാണ് വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എഫ് സി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ്. അപ്പോൾ എം വി സ്ക്വയർ ബൈ ആർ എന്ന് വരും. ഇനി റൊട്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വസ്തു ഒരു ആക്സിന് വിത്ത് റെസ്പെക്റ്റ് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് റൊട്ടേഷൻ. റൊട്ടേഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കണക്ക് വെലോസിറ്റി ഉണ്ട്. അതിന് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിന് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് കാണിക്കും. അപ്പോൾ ആംഗുലാർ മോഷൻ, അതായത് റൊട്ടേഷണൽ മോഷനും ലീനിയർ മോഷനും തമ്മിലൊരു കമ്പാരിസനാണ് ഇത്. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് കാണിക്കുന്നു, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ തീറ്റ എന്ന് കാണിക്കുന്നു, വെലോസിറ്റി വി എന്ന് കാണിക്കുന്നു, ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് കാണിക്കുന്നു, ആക്സിലറേഷൻ എ എന്ന് കാണിക്കുന്നു, ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ എന്ന് കാണിക്കുന്നു, മാസ് എം എന്ന് കാണിക്കുന്നു, ഇനേർഷ്യ എന്ന് പറയുന്നു. അതേസമയം റൊട്ടേഷനിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന അക്ഷരം വെച്ച് കാണിക്കുന്നു. ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ ആണ്, വേർ കെ ഈസ് കാൾഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അത്രയും ഓർക്കണം. ദെൻ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എം വി എന്ന് പഠിച്ചു. അതേ കണക്ക് ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. അതിന് കാണിക്കുന്ന അക്ഷരം എൽ ആണ്. അതിന് ആർ ക്രോസ് പി എന്ന് എഴുതുന്നു. ആർ ക്രോസ് പിക്ക് വരെ എം ബി കൊടുക്കുന്നു. ഓർ എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എം ഒമേഗ എന്ന് എഴുതിയ കണക്ക് എമ്മിന് പകരം ഐ കൊടുക്കുന്നു, വിക്ക് പകരം ഒമേഗ കൊടുക്കുന്നു. അപ്പോൾ ഐ ഒമേഗ എന്ന് ലഭിക്കും. ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ടോർക്ക്. ഫോഴ്സ് എഫ് അതിന് പകരം ഉള്ളതാണ് ടോർക്ക്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ എഴുതുന്ന കണക്ക് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതാം. കൈനറ്റിക് എനർജിക്ക് ഹാഫ് എം ബി സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. കൈനറ്റിക് എനർജിക്ക് പി സ്ക്വയർ ബൈ 2m എന്ന് എഴുതിയ കണക്ക് ഇവിടെ എൽ സ്ക്വയർ ബൈ 2i എന്ന് എഴുതാം. അടുത്തത് വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എസ്. അതിനൊക്കെ ടോർക്ക്, എഫിന് പകരം ടോർക്ക് ടോ ഇൻറ്റു എസിന് പകരം തീറ്റ എന്ന് കൊടുക്കാം. പവർ ഡബ്ല്യു ബൈ ടി, അതിന് എഫ് ഡോട്ട് ബി എന്ന് എഴുതിയ കണക്ക് പവറിന് ഡബ്ല്യുവിന് പകരം ഫോഴ്സിന് പകരം ടോർക്ക്, വിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്നും എഴുതാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. ആ കെ സ്ക്വയറിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് ആണെങ്കിൽ എം ആർ സ്ക്വയർ ആണ്. സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ഉള്ളത് എം ആർ സ്ക്വയർ ആണ്. ഡയമീറ്റർ കൂടെ ഉള്ളത് എം ആർ സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ എം ആർ സ്ക്വയർ ബൈ 2 ഡയമീറ്റർ കൂടെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയെന്ന് ചോദിച്ചാൽ കെ സ്ക്വയർ സമം ആർ സ്ക്വയർ ബൈ 2 എന്ന് എഴുതിയിട്ട് കെ സമം റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ 2, അത് ആർ ബൈ റൂട്ട് 2 എന്ന് വരും. അതേപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ടാൻജൻഷ്യലിന് ഇതായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ 3/2 എം ആർ സ്ക്വയർ ആണ്. ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ഉള്ളത് എം ആർ സ്ക്വയർ ബൈ 2ഉം ഡയമീറ്റർ എം ആർ സ്ക്വയർ ബൈ 4ഉം ടാൻജൻഷ്യൽ കൂടെ ഉള്ളത് 5/4 എം ആർ സ്ക്വയറുമാണ്. അടുത്തത് തിയറംസ് ഓൺ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. 2 തിയറങ്ങളുണ്ട്. പാരലൽ ആക്സസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും. ഫിഗർ വരയ്ക്കുക, ഇക്വേഷൻ എഴുതുക, ഓരോ അക്ഷരവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതുക, സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ അറിയണം. അറിഞ്ഞുകൂടെങ്കിൽ ഇതെങ്കിലും എഴുതി വയ്ക്കണം. സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ
ഇനർഷ്യയും എം എ സ്ക്വയറുടെ കൂട്ടുന്നതാണ് ഒരു പാരലൽ ആക്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് ആൻ ആക്സിസ് പാരലൽ ടു ദി ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഫിഗർ ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ ഇത്രയെങ്കിലും എഴുതുക. ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ, ഐ സെഡ് ഐ എക്സ് ഐ വൈ എന്നൊന്ന് എഴുതുക. ദെൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഓർ എബൌട്ട് എ പ്ലെയിൻ ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ലാമിന എബൌട്ട് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് വിച്ച് കൺകറൻറ്റ് വിത്ത് ദ ഫസ്റ്റ് ആക്സിസ് എന്നെങ്കിലും എഴുതാൻ അറിഞ്ഞിരിക്കുക. ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പഠിച്ചു. എഫ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇവിടെ എഫിന് പകരം ടോർക്കാണ്. ടോർക്ക് 0 ആയാൽ എൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ ഈസ് 0, its angular momentum remains constant. That is I omega is equal to a constant. As I increases, omega decreases. ഇതിന് എക്സാമ്പിളാണ് ഒരു സിവൽ ചെയർ, അതായത് കറങ്ങുന്ന ചെയറിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി കൈകൾ നിവർത്തിയാൽ ആ റൊട്ടേഷൻ്റെ സ്പീഡ് കുറയും. അതിന് കാരണം കൈകൾ നിവർത്തുമ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടുന്നു. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ ഒമേഗ കുറയും, അതായത് റൊട്ടേഷൻ കുറയും. അതുപോലെ തന്നെ കെപ്ലേഴ്സ് സെക്കൻഡ് ലാ പറയുന്നത്, അതായത് ഏരിയൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് പ്ലാനറ്റ് സൂര്യനിൽ നിന്ന് ദൂരെയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം സൂര്യനിൽ നിന്ന് ദൂരെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടുകയും അതിൻ്റെ ഒമേഗ എന്ത് ചെയ്യുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു പച്ച മുട്ട, അതായത് റോ എഗ് ആൻഡ് ബോയിൽഡ് എഗ് തന്നാൽ അതിനെങ്ങനെ കറക്കി നോക്കി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, പച്ചമുട്ടയാണെങ്കിൽ അങ്ങനെ നല്ലോണം കറങ്ങത്തില്ല. ബോയിൽഡ് എഗ് ആണെങ്കിൽ കറങ്ങും. കാരണം പച്ചമുട്ടയുടെ ഉള്ളിലാണെങ്കിൽ ഫ്ലൂയിഡാണ്. അപ്പോൾ അത് കറങ്ങുമ്പോൾ അതിന് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഒമേഗ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറയുന്നു എന്ന് പറയാം. അതുകൊണ്ട് അത് കറങ്ങത്തില്ല. അതേസമയം ബോയിൽഡ് എഗ് എന്ന് പറയുന്നത് റിജിഡ് ബോഡിയാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യും, നല്ലവണ്ണം റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ. പിന്നെ അതൊക്കെ തന്നെ ഒരു കെട്ടിടത്തിൻ്റെ മണ്ടയിൽ നിന്നും ഒരു പൂച്ച എങ്ങനെ ചാടിയാലും അത് നല്ലവണ്ണം ലാൻഡ് ചെയ്യാൻ പറ്റുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സിലൊക്കെ അത്ലറ്റ്സുകൾ ഡൈവ് ചെയ്യുമ്പോഴത്തേക്ക് കൈയും കാലും ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറയുകയും ഒമേഗ, അതായത് നമ്പർ ഓഫ് റൊട്ടേഷൻസ് കൂട്ടാനൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ അതെല്ലാം ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ്. ആംഗുലാർ മൊമെൻറ്റം സ്റ്റേറ്റ് ചെയ്യുക, എന്നിട്ട് എഴുതുക ഐ ഒമേഗ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ആസ് ഐ ഇൻക്രീസസ് ഒമേഗ ഡിക്രീസസ്. അത്രയെങ്കിലും എഴുതി വയ്ക്കണം. ഓക്കെ.